ഹലോ, സന്ധ്യാസ് വേളിയിലേക്ക് സ്വാഗതം. ശ്രീരംഗനാഥസ്വാമി ക്ഷേത്രം തമിഴ്നാട്ടിലെ ട്രിച്ചി എന്നറിയപ്പെടുന്ന തിരുച്ചിറപ്പള്ളി ജില്ലയിൽ നിന്നും കുറച്ചകലെയുള്ള ശ്രീരംഗം എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ട്രിച്ചിയിൽ നിന്നൊരു 7 കിലോമീറ്റർ വന്നാൽ ശ്രീരംഗമായി. ഈ ക്ഷേത്രം ഇവിടെയുള്ള ജനങ്ങളുമായിട്ടും അവരുടെ ജീവിതവുമായിട്ടും വളരെയധികം ഇടകലർന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. ഇതിന് വെറും ഒരു ക്ഷേത്രമെന്ന് മാത്രം പറയാൻ സാധിക്കില്ല, ഒരു ക്ഷേത്ര സമുച്ചയം തന്നെയാണ്. ഇവിടെ ശ്രീ വൈഷ്ണവർ എന്നറിയപ്പെടുന്ന വിഷ്ണു ഭക്തരുടെ ഒരു വലിയ വിഭാഗം തന്നെ ഇവിടെ ജീവിക്കുന്നുണ്ട്. മുൻകാലങ്ങളിലൊക്കെ ഈ ഭക്തരെല്ലാവരും, ഈ ജനങ്ങളൊക്കെ ആ ക്ഷേത്ര സമുച്ചയത്തിനുള്ളിൽ തന്നെയാണ് ജീവിച്ചിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. 156 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ ഇത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോപുരമുള്ള ക്ഷേത്രം കൂടിയാണിത്. ഈ വലിയ ഗോപുരത്തിൻ്റെ ഉയരം 72 മീറ്ററാണ്. 13 നിലകളുമുണ്ട് അതിന്. രാജഗോപുരം എന്നാണ് ഈ ഗോപുരം അറിയപ്പെടുന്നത്. 21 ഗോപുരങ്ങളും 81 ശ്രീകോവിലും 39 മണ്ഡപങ്ങളും ഉണ്ട് കേട്ടോ അവിടെ. ഈ മണ്ഡപത്തിലൊക്കെ നല്ല മനോഹരമായ കൊത്തുപണികൾ നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ ചുമരുകളിലെ മനോഹരമായ മ്യൂറൽ പെയിൻറ്റിങ്ങുകളും ഇവിടെ കാണാം കേട്ടോ. ഔഷധക്കൂട്ടുകളും പച്ചക്കറി ചായയും വെച്ചിട്ടാണ് ഈ പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ ഇനി ആധുനിക കാലങ്ങളിൽ അത് വീണ്ടും നിർമ്മിക്കാനൊക്കെ ആയിട്ട് വളരെ അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് അനന്തശയന രൂപത്തിലുള്ള വിഷ്ണു പ്രതിഷ്ഠയാണ്. രംഗരാജനെന്നും പെരുമാളെന്നും ഭഗവാനെ വിളിക്കുന്നു. പിന്നെ തിരുവരംഗം എന്ന പേരാണ് കേട്ടോ ശ്രീരംഗമായത് പിൽക്കാലത്ത്. രംഗം എന്ന് പറഞ്ഞ ദ്വീപ് ആണെന്നാണ് പറയപ്പെടുന്നത്. കാവേരി നദിയുടെ തീരത്തുള്ളൊരു ദ്വീപാണ് ശ്രീരംഗം. ദ്വീപനഗരമാണ് ശ്രീരംഗം. തെക്കോട്ടാണ് കേട്ടോ ഇവിടുത്തെ പ്രതിഷ്ഠയുടെ ദർശനം. അത് അപൂർവമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ അത് കാണപ്പെടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത ഈ ക്ഷേത്രത്തിനുണ്ട്. പ്രധാന പ്രതിഷ്ഠ കൂടാതെ ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, നരസിംഹമൂർത്തി, ധന്വന്തിരി എന്നിങ്ങനെയുള്ള വിഷ്ണുവിൻ്റെ അവതാരങ്ങളും പിന്നെ വേറെ ആചാര്യന്മാരുടെ പ്രതിഷ്ഠകളും ഇവിടെ ഉണ്ട് കേട്ടോ. 108 ഭാരതത്തിലെ തന്നെ 108 വൈഷ്ണവ ക്ഷേത്രങ്ങളിലെ പ്രധാനമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കേട്ടോ ഇത്. ഇവിടെ നിന്ന് പ്രസാദമായിട്ട് നമുക്ക് പൊങ്കലാണ് കേട്ടോ കിട്ടിയത്. ഒരു കേഡ് റൈസ് പോലെയൊക്കെ തോന്നി. അവിടെ ഒരു ആനയൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ആന തുമ്പിക്കൈ കൊണ്ട് അവിടെ വരുന്ന ഭക്തരെ തലയിൽ വെച്ച് അനുഗ്രഹിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. തിരിച്ചവർ എന്തെങ്കിലും വഴിപാടുകളൊക്കെ തിരിച്ചു കൊടുക്കുന്നത് കൊണ്ട് ഭക്തന്മാർ. പിന്നെ ഇവിടെ ദർശനത്തിനായിട്ട് 100 രൂപയുടെ ടിക്കറ്റും 500 രൂപയുടെ ടിക്കറ്റും ഉണ്ട് കേട്ടോ. 100 രൂപയുടെ ടിക്കറ്റാണ് നമ്മളെടുത്തത്. ഒരുവിധം നന്നായി തന്നെ ഭഗവാനെ ദർശിക്കാൻ സാധിച്ചു കേട്ടോ. തമിഴ്നാട്ടിലുള്ള മറ്റുള്ള ക്ഷേത്രങ്ങളിലുള്ള പോലെ തന്നെ വലിയ വലിയ വീതി കൂടിയ കരിങ്കൽ തൂണുകളാണ് കേട്ടോ ഇവിടെയുള്ളത്. തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിലെ ഒരു പ്രത്യേകതയാണിത്. ഇവിടുത്തെ ഉത്സവം എന്ന് പറയുന്നത് മാർഗഴി മാസത്തിലാണ്. 21 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൽ ലക്ഷക്കണക്കിന് ഭക്തരാണ് ഇവിടെ വരുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് പല ഐതിഹ്യങ്ങളുമുണ്ട്, പക്ഷെ അതൊന്നും ആധികാരികമായിട്ട് പറയാനായിട്ട് എനിക്കറിയില്ല കേട്ടോ. എന്നിരുന്നാലും ചോള രാജാവായിരുന്ന ധർമ്മവർമ്മനാണ് ഇത് നിർമ്മിച്ചത് എന്ന് പറയപ്പെടുന്നുണ്ട്. അതിനുശേഷം പിന്നീട് വന്ന രാജാക്കന്മാർ അതിൽ കുറേ കൂട്ടിച്ചേർക്കലുകളൊക്കെ നടത്തിയിട്ടുണ്ടെന്നും പറയപ്പെടുന്നു. എന്നിരുന്നാലും വളരെ വലിയൊരു ക്ഷേത്രമാണ് കേട്ടോ. അതുപോലെ തന്നെ വളരെ വലിയൊരു വിഷ്ണുവിൻ്റെ അനന്തശയന രൂപത്തിലുള്ള ഒരു പ്രതിഷ്ഠ കൂടിയാണ് ഇവിടെയുള്ളത്. നമ്മളെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തി ആർജിച്ച ഏറ്റവും നല്ല ഒരു വലിയ ക്ഷേത്രമായ ശ്രീരംഗ ക്ഷേത്രത്തിനോട് നമ്മൾ വിട പറയാണ്. അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ ബൈ.